എന്നൊക്കെ പറഞ്ഞാലും അവിടെ കല്ലറ വരെയുണ്ട്, അതോടുകൂടി അവസാനിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, നമുക്ക് ഒന്നിനോടും അമിതമായിട്ടുള്ള ഒരു താല്പര്യമോ സ്നേഹമോ അല്ലെങ്കിൽ അമിതമായിട്ട് നമ്മൾ ഒന്നും ചിന്തിക്കണ്ട. ഈ ഒരു നിമിഷമാണ് നമുക്ക് ദൈവം വിലപ്പെട്ടതായി തന്നിരിക്കുന്നത്. നീ കഴിഞ്ഞു പോയത് അതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് ദുഃഖിച്ച് അയ്യോ അങ്ങനെ പറ്റിപ്പോയല്ലോ, ഷൂ അവരങ്ങനെ പറഞ്ഞല്ലോ, അത് എന്നൊക്കെ ഉള്ള വേദനകള്, നീറലുകള്, മനസ്സിലെ മുറിവുകള്, അതൊക്കെ ഒരു ഭാണ്ഡക്കെട്ട് പോലെ ചുമന്നോണ്ടിരിക്കണ്ട. ആ ഭാണ്ഡക്കെട്ടുകളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക. കഴിഞ്ഞു പോയത്, പിന്നെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ. ഇനി എന്താവും, എന്റെ കാര്യം എന്താ, ഒന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഈ ഒരു നിമിഷം മാത്രമാണ് നമുക്ക് സ്വന്തം, നമുക്ക് വിലപ്പെട്ടത്. ഇപ്പൊ നമുക്ക് അവകാശമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് നന്ദിയുള്ള ഒരു ഹൃദയം ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ഒരു ദൗത്യത്തോടു കൂടി ദൈവത്തിന്റെ ആ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ നമ്മളെ മുന്നിലോട്ട് കൊണ്ടുവന്നു. അതോടുകൂടി നന്ദിയോടുകൂടി ജീവിച്ചാൽ നമുക്ക് സമൃദ്ധിയുടെ ഒരു സ്പിരിച്വാലിറ്റി അതാണ്. കാരണം ദൈവത്തിന്റെ ഒരു മിനിസ്ട്രി യേശുക്രിസ്തു 33 വർഷം മുമ്പിൽ ജീവിച്ചിട്ടുള്ളൂ. ദൈവത്തിന്റെ ആ ഒരു മിനിസ്ട്രി തുടങ്ങുന്നത് കാനായിലെ കല്യാണം, അതില് വെള്ളം വീഞ്ഞാക്കി സമൃദ്ധിയിൽ തുടങ്ങി. ദൈവത്തിന്റെ മിനിസ്ട്രി അവസാനിക്കുന്നത് തിബരിയാസ് കടൽപ്പുറത്ത്. അതായത് തന്റെ ശിഷ്യന്മാരോട് ഈ വലതുഭാഗത്ത് വല ഇറക്കാൻ പറയുന്നു. അവിടെ വല നിറയെ മീൻ കിട്ടും. അങ്ങനെ സമൃദ്ധിയിൽ തുടങ്ങി സമൃദ്ധിയിൽ അവസാനിച്ചു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും സമൃദ്ധി ഇല്ലായ്മ, വരൾച്ച, ശൂന്യത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഒന്നുമില്ലാത്തൊരവസ്ഥ, അത് നമ്മൾ തന്നെ കുറ്റമുണ്ടാകും. നമ്മുടെ കാഴ്ചപ്പാട്, നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ കുറവുകളും ഇല്ലായ്മകളും മാത്രം നോക്കി അപ്പോൾ എന്ത് പറ്റും, നമുക്കൊരു ശൂന്യത വരും. പക്ഷെ ദൈവം പറയുന്ന ഭാഗത്ത് നമ്മൾ വല ഇറക്കിയാൽ സമൃദ്ധിയായി. അപ്പൊ നമ്മുടെ വിശ്വാസം ആഴങ്ങളിലേക്ക് ഇറക്കുക. ദൈവം പറയുന്ന ഭാഗത്ത് നമ്മൾ വല ഇറക്കുക. സമൃദ്ധിയാണ് നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. അത് കാണാനായിട്ട് നിങ്ങൾ ഈ നിമിഷം വൈകിപ്പോയിട്ടൊന്നുമില്ല. കണ്ണ് തുറക്കുക, കാത് തുറക്കുക, ഹൃദയം തുറക്കുക. സമൃദ്ധിയുടെ അനുഭവമാണ്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അത് നടക്കും. നിങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങിപ്പോകും. അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. ഈ ഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത, ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന സമൃദ്ധി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് അത് യാഥാർത്ഥ്യമാക്കിയിട്ടേ നിങ്ങൾ കടന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നത്, നിങ്ങൾ തലമുറയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ നാടിൻ്റെ ഒക്കെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഒരു അനുഗ്രഹം ആകാനും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. അപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ ഒരു പൈശാചിക ശക്തിയെ നമുക്ക് ശക്തമായിട്ട് എതിർക്കാനും നമ്മുടെ കുഞ്ഞുമക്കൾക്കും നമ്മുടെ തലമുറയ്ക്കും ഒക്കെ ഇവിടെ ഒരു അനുഗ്രഹമായിട്ടുള്ള വാസയോഗ്യമായിട്ടുള്ളൊരു സ്ഥലമാക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പം അതിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കും. ഒരു അനുഗ്രഹ മഴ തന്നെ. ഇപ്പം മാതാവിൻ്റെ മധ്യസ്ഥ തുടങ്ങുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ നല്ല കോൺടാക്റ്റാണ്. എല്ലാ വിശേഷങ്ങളും അപ്ഡേറ്റ്. ആ വെള്ള കൊന്ത ശരിയാണ്, അതൊക്കെ ഓർമ്മയുണ്ട്. ആ സമയത്ത് ഞാൻ വെള്ളോട്ടൊക്കെ പോയി കൊടുത്തിരുന്നു. ഞങ്ങള് മുറിയിൽ വന്ന് തന്നിരുന്നു. അതൊക്കെ ഓർത്തിരിപ്പുണ്ട്. ഈ മാസം മെയ് മാസം തുടങ്ങുന്നത് അറിയാതായിട്ട് തന്നെ നിങ്ങൾക്ക് കൊന്ത കൊണ്ടുവരാൻ കൊണ്ട് പോയി വാങ്ങിച്ചത്. അത് മെയ് മാസം തന്നെ. അത് ഈ മാസം മുഴുവന് കൊന്ത ചൊല്ലുമ്പോ എന്ത് ചെയ്യണം? ആർക്കുവേണ്ടി പ്രാർത്ഥിക്കണം. കുറെ കാര്യങ്ങളുണ്ട്, കുറെ പദ്ധതികളൊക്കെ ഉണ്ട്, കുറെ ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യുന്ന മാമാണിത്.
ഒത്തിരി പാവങ്ങളെ സഹായിക്കും, രോഗികളെ സഹായിക്കും. എല്ലാ സ്ഥലത്തും ഇങ്ങനെ അതെ, സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യുന്ന മാമാണ്. അപ്പം മാവിന്റെ കുടുംബത്തിനൊക്കെ അവരുടെ ശാരീരികവും മാനസികവുമായ ശക്തിയൊക്കെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരു ഒന്നുചേരുമല്ലോ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് അന്ന് എന്റെ കൂടെ വന്ന 2 സുഹൃത്തുക്കൾ, അവരാണ് എന്റെ അമ്മയുടെ മറ്റേ ബയോഗ്രഫി വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ മെയ് 12-ാം തീയതിയാണ് മാതൃദിനം, മദേഴ്സ് ഡേ. അപ്പൊ അതിന് മുൻപ് ആ വീഡിയോ ഒന്ന് റിലീസ് ചെയ്യാൻ സാധിക്കണമെന്ന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. ആ വീഡിയോ എഡിറ്റിംഗ് തടസ്സം കൂടാതെ നടക്കണം. അതെ, നടക്കുമല്ലോ അല്ലേ? അതെ. അപ്പൊ മെയ് 12-ാം തീയതി മാതൃദിനം, മദേഴ്സ് ഡേ. അപ്പൊ അന്ന് ആ വീഡിയോ ഇറക്കണം എന്നാണ് ഞാൻ വിചാരിക്കുക. ഇറക്കണം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലിടാം. അത് സിസ്റ്റർ ഓട്ടോമാറ്റിക്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുപോലെ ഭൂമിയിലെ പോലെ ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ പിതാവിനും പുത്രനും ഈശോമിശിഹായ്ക്ക് അപ്പൊ ഇനി എപ്പോഴെങ്കിലും ഒന്ന് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് എന്തായാലും വരാൻ സാധിച്ചു അല്ലേ? ശനിയാഴ്ച വന്നപ്പം തിങ്കളാഴ്ച തന്നെ കൊണ്ടേക്കൊണ്ടും പുസ്തകവും പല ഉറപ്പായിട്ടും മാതാവിന്റെ ഒരു തീരുമാനമാണ്. അല്ലാതെ ഇത്രയും പെട്ടെന്ന് ഞാൻ ഒത്തിരിയേറെ സന്തോഷവും ഞങ്ങളുടെ പ്രാർത്ഥനയും നേടുകയാണ്. എപ്പോഴും ഒരു നല്ല സ്മൈലായിട്ട് എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. ഞാൻ കുറേ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞങ്ങൾക്കിവിടെ ഞാൻ കാണാറുണ്ട് എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു മാമാണ്. പാവപ്പെട്ടവരെയൊക്കെ നോക്കിയാൽ ഓരോ അനാഥാലയങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ ഓടിയെത്തുകയും പിന്നെ അതുപോലെ ഡാൻസ്, പാട്ട്, സകലവിധ കലാവല്ലഭയാണ് ഈ മാം. പക്ഷെ അതിൻ്റെതായ ഒരു അഹങ്കാരമോ ഒന്നുമില്ലാതെ എളിമയും എല്ലാവരോടും പാവങ്ങളോടൊക്കെ കരുതലോടും എളിമയോടും കൂടെ ഇടപഴകുന്ന ഞങ്ങളുടെ ഈ മാമിന് ഒത്തിരിയേറെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നേരുകയാണ്. എപ്പോഴും ഇവിടെ ഈ ഭവനത്തിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. എപ്പോൾ വേണേലും വരും. ചിലപ്പോൾ സന്ധ്യ സമയമായിരിക്കും, ചിലപ്പോൾ രാവിലെ ആയിരിക്കും. എപ്പോൾ ഏത് സമയത്ത് ഇതിനെ പാസ് ചെയ്ത് പോയാലും ഓടി വന്നിട്ട് കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഓടിപ്പോകും. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ നാളെ വരും. ഇപ്പൊ നമുക്ക് ഇവിടെ കുർബാന കഴിയുമ്പോൾ ഇവിടുത്തെ അമ്മമാരെല്ലാവരും 4 മണിക്ക് ഓടിപ്പോകാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ സമയം മാറ്റി 10:30 ആ കൃത്യസമയത്ത് തന്നെ വരികയും ഞങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് എല്ലാവരുടെയും ഇത്ര സമയം ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിട്ട് അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ ഇത്ര സമയം ചെലവഴിക്കുകയും അമ്മച്ചിമാർക്കും എല്ലാവർക്കും സന്തോഷം പങ്കുകയും ഒരു നല്ല ഉപദേശം ഇന്നത്തെ തലമുറ എങ്ങനെയായിരിക്കണമെന്നും ഇന്നത്തെ മാതാപിതാക്കൾ എങ്ങനെയാണ് കരുതലോടെ വീടുകളിൽ നോക്കേണ്ടതൊക്കെയായി നല്ലൊരു ആരോഗ്യപരമായിട്ട് ഒരു നല്ല ഉപദേശമൊക്കെ നൽകിക്കൊണ്ട് അമ്മച്ചിമാരെ സന്തോഷിപ്പിച്ച ഞങ്ങളുടെ മാമിനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലും ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ ഇവിടുത്തെ ഓരോ അപ്പച്ചന്മാരുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ജീവിതം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സുഖദുഃഖ സമ്മിശ്രമായിട്ടാണ് പോകുന്നത്. അല്ലാതെ എപ്പോഴും നമുക്ക് സന്തോഷമായാലും എങ്ങനെയല്ലേ സിസ്റ്റർ? പലതും ഇടകലർന്നാണ് നമ്മുടെ ജീവിതം. കർത്താവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതെ, ദൈവം 33-ാം വയസ്സിൽ പറഞ്ഞതാണ് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞിട്ടാണ് ദൈവത്തിന്റെ യേശുക്രിസ്തു പിതാവിന്റെ അടുത്തോട്ട് പോയത്. അപ്പം നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ ഇത്ര വയസ്സിൽ ജീവിച്ചു, പക്ഷെ നമ്മൾ എന്തെങ്കിലും തുടങ്ങിയോ പൂർത്തീകരിക്കാൻ തന്നെ, അല്ലേ സിസ്റ്റർ?
നമ്മൾക്ക് ഇപ്പോഴും എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥമെന്നോ എന്നൊന്നും മനസ്സിലാക്കാതെ ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്നത് ഓരോ ഭാരത്താലാണ്. ഓ അങ്ങനെ സംഭവിച്ചല്ലോ. രാവിലെ ഒരു നന്ദിയോടുകൂടി എഴുന്നേൽക്കുന്നതിന് പകരം നമുക്ക് മൊത്തം ഒരു ഭാണ്ഡക്കെട്ടായിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. ഓ ഇതെന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഇതെന്താണ് എല്ലാ കുറ്റങ്ങളും എനിക്ക് വരുന്നത്, ഞാൻ എന്താണ്. അപ്പോൾ യേശുക്രിസ്തുവിന് തൻ്റെ പിതാവിൻ്റെ അടുത്ത് 33-ാം വയസ്സിൽ എല്ലാം പൂർത്തീകരിച്ചു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയാൻ സാധിച്ചു. നമുക്കോ, നമ്മൾ തുടങ്ങിയോ ഫിനിഷ്ഡ് എന്ന് പറയാനായിട്ട്? നമ്മൾ ബിഗിൻ നമ്മൾ ഇതുവരെ എന്തിനാണ്, എന്തുകൊണ്ട് കുറ്റം പറിച്ചില്ല അല്ലേ? ഓക്കെ, താങ്ക് യു. കാണാട്ടോ, കാണാം. അപ്പൊ ഇനി നെക്സ്റ്റ് പിന്നെ ഇനി എപ്പോഴെങ്കിലും വരാം. ഇനി എങ്ങോട്ട് വരാൻ അല്ലേ വിളിക്കണേ? അതെ. അപ്പൊ ഇനി ഞങ്ങൾ God bless you. God bless you. ശരി. അപ്പം ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും കൊടുത്തത്.